ഇന്നേ വരെ നമ്മൾ ചെയ്തിട്ടില്ലാത്തൊരു ആപ്പ് സീരീസ് ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാവരും മാക്ബുക്ക് ഉപയോഗിക്കുന്നവരാണ്, അതായത് ആപ്പിളിൻ്റെ ലാപ്ടോപ്പാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഇൻസ്റ്റാൾ ചെയ്തിരിക്കേണ്ട 5 ആപ്ലിക്കേഷൻ. ഒന്നാമത്തത് ഫോൾഡപ്പ് റിവ്യൂ. ഈ ഫോൾഡപ്പ് റിവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു $5 ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ കറൻ്റ് കാണിക്കുന്നത്. നാട്ടിലത്തെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു $1000 അടുപ്പിച്ച് വരും. യൂഷ്വലി നമ്മുടെ മാക് ഓയിസിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊരു ഫോൾഡറിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ ഫോൾഡറിൻ്റെ അകത്തുള്ള കോണ്ടന്റുകൾ നമുക്ക് പ്രിവ്യൂ ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്. അതായത് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കി എന്നിട്ട് അതിനെ ക്ലോസ് ചെയ്യണം, എന്നിട്ട് വീണ്ടും അതിനെ വലുതാക്കി നോക്കണം. ഭയങ്കര പ്രശ്നമാണ്. ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ഫോൾഡറിനകത്തുള്ള കോണ്ടന്റ് നിങ്ങൾക്ക് ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് നമ്മുടെ സ്പേസ് ബാർ അടിച്ചാൽ മതി. സ്പേസ് ബാർ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള വീഡിയോ ആണെങ്കിലും ഡോക്യുമെൻ്റ് ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രിവ്യൂ ചെയ്യാൻ പറ്റും. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. നിങ്ങളുടെ മൊത്തത്തിലുള്ള മാക് OS എക്സ്പീരിയൻസിനെ തന്നെ ബൂസ്റ്റ് ചെയ്യും. രണ്ടാമത്തെ ആപ്പ് ഇമേജ് ഒപ്റ്റിമൈസർ. ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഈ ഒരു ആപ്പിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള വളരെ ഹൈ ഫയൽ സൈസ് ഉള്ള ഇമേജുകൾ, പൊതുവെ എൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ തംബ്നെയിലുകളാണ്. ഞാൻ ഡിസൈൻ ചെയ്യുന്ന തംബ്നെയിലുകൾ ഫോട്ടോഷോപ്പിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ്ലി സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 8, 18, 20 MB ഒക്കെ വരാറുണ്ട്. ഇങ്ങനെയുള്ള ഫയലിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ യൂട്യൂബിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തംബ്നെയിൽ പിക്ക് ചെയ്യുമ്പോൾ ഫയൽ സൈസ് കൂടിയൊരു ഇമേജ് ആണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ആക്സെപ്റ്റ് ചെയ്യില്ല. യൂട്യൂബിന് അതിൻ്റെ സൈസ് 8 MB താഴെ കുറയ്ക്കാനായിട്ട് പറയും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ക്വാളിറ്റി പോവാതെ അതിൻ്റെ സൈസ് കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ്. ചിലർക്ക് യൂസ്ഫുൾ ആവും, ചിലർക്ക് യൂസ്ഫുൾ ആവില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറേജ് ഒക്കെ സേവ് ചെയ്യാൻ പറ്റും. ഒരു ഫോട്ടോ എടുത്തതിനകത്തേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി, നിങ്ങൾക്ക് അതിനെ ഒപ്റ്റിമൈസ് ചെയ്തെടുക്കാം. ഒപ്റ്റിമൈസ് ചെയ്യാൻ മീൻസ് ക്വാളിറ്റി ഒട്ടും പോവാതെ എന്നാൽ ഫയൽ സൈസ് ഭയങ്കര കമ്മിയായിരിക്കും. മൂന്നാമത്തെ ആപ്പ് ഡിവൈസ് മോണിറ്റർ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം നിങ്ങളിപ്പോൾ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാക്ബുക്കിൻ്റെ അകത്ത് എഡിറ്റിംഗ് ക്രിയേറ്റീവ് വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം പൊതുവേ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഫൈനൽ കട്ട് പ്രോ ആണ് ഉപയോഗിക്കുന്നത്. ചില സമയത്ത് കുറച്ച് ആഫ്റ്റർ എഫക്റ്റ് ടെംപ്ലേറ്റുകളും കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് മോഷൻ ഗ്രാഫിക്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് റെൻഡർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വൺസ് ഇൻ എ വൈൽ എൻ്റെ ലാപ്ടോപ്പ് ഭയങ്കരമായിട്ട് ചൂടാവാറുണ്ട്. ഭയങ്കര അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയിരുന്നു. അത് മോണിറ്റർ ചെയ്യാനായിട്ട് ലാപ്ടോപ്പിൻ്റെ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ റാം യൂസേജ്, അതുപോലെ തന്നെ പ്രൊസസ്സർ യൂസേജ്, അതുപോലെ തന്നെ സ്റ്റോറേജ് യൂസേജ്, അതുപോലെ തന്നെ വൈഫൈയുടെ ഡേറ്റാ സ്പീഡ്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ്. ഇത് നിങ്ങൾ ഏറ്റവും ടോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ സൈലൻ്റ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നുണ്ടായിരിക്കും. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും, അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് കാണിക്കും. ഈവൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ വിഡ്ജറ്റായിട്ടും നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലേക്ക് ആഡ് ചെയ്തിടാൻ പറ്റും. സോ നിങ്ങളുടെ മാക്ബുക്കിനെ കുറിച്ചിട്ടുള്ള സകലമായ ഡീറ്റെയിൽസും ഈ ഒരു ആപ്പ് തരും. മസ്റ്റ് ട്രൈ. നാലാമത്തെ ആപ്പാണ് ബ്ലിപ്പ്. ബ്ലിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻഡ്രോയിഡ് ആയാലും വിൻഡോസ് ആയാലും മാക് ആയാലും ഐഫോൺ ആയാലും എല്ലാത്തിനും വേണ്ടിയുള്ള ഒരു എയർ ഡ്രോപ്പ്. കാരണം ഞാൻ ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നുണ്ട്, ഐഫോൺ ഉപയോഗിക്കുന്നുണ്ട്, വിൻഡോസ് ഉപയോഗിക്കുന്നുണ്ട്, മാക്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ മാക്ബുക്കിലേക്ക് ബ്ലിപ്പ് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ അകത്തേക്കും നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ അകത്തേക്കും നിങ്ങളുടെ ഐഫോണിൻ്റെ അകത്തേക്കും നിങ്ങളുടെ വിൻഡോസ് ലാപ്ടോപ്പിൻ്റെ അകത്തേക്കും വിൻഡോസ് ഡെസ്ക്ടോപ്പിൻ്റെ അകത്തേക്കും ഏതൊക്കെ ഡിവൈസുകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ അതിലെല്ലാം ബ്ലിപ്പ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ഒരു ഇമെയിൽ ID വെച്ചിട്ട്. ആ ഇമെയിൽ ID കൊണ്ട് തന്നെ ഈ പറയുന്ന എല്ലാ ഡിവൈസിലും നിങ്ങൾ കണക്ട് ചെയ്തിരിക്കണം, ലോഗിൻ ചെയ്തിരിക്കണം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫയൽ എയർ ഡ്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടോപ്പ് കോർണറിൽ പോകുമ്പോൾ അവിടെ നമ്മൾ ബ്ലിപ്പിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഡിവൈസും കാണിക്കും. അതിനകത്ത് ഏത് ഡിവൈസിലേക്കാണ് ഫയൽസ് സെൻഡ് ചെയ്യേണ്ടതെന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആ ഡിവൈസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫയൽസ് ചൂസ് ചെയ്യാൻ പറ്റും. ചൂസ് ചെയ്യുക, അയയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ, അങ്ങ് എവിടെയോ ഇരിക്കുന്ന ഒരു കൂട്ടുകാരന് ഫയൽ അയക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ബ്ലിപ്പ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ഇമെയിൽ ID നിങ്ങളിവിടെ പേസ്റ്റ് ചെയ്താൽ മതിയാവും. നിങ്ങളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇമെയിൽ ID-ലേക്ക് അയക്കാം. മസ്റ്റ് ആയി. ഫൈനലായിട്ടുള്ള നമ്മുടെ ആപ്പ് ലോഞ്ചി. ഇത് പ്രത്യേകിച്ച് ഉപയോഗം എന്നുള്ളൊരു ആപ്പൊന്നുമല്ല. പക്ഷേ നിങ്ങൾക്ക് അറിയാമല്ലോ, ക്വിക്ക് ആക്സസ് പാനൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതായത് നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റീസെൻ്റ്ലി ഓപ്പൺ ആയിട്ടുള്ള ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും ഫാസ്റ്റായിട്ട്. പൊതുവേ Command+Tab ആണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിനെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ലെവലിലേക്ക് എടുക്കാൻ പറ്റും. ഈ ലോഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ റീസെൻ്റ്ലി യൂസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. സെറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആപ്പുകൾ ഓപ്പൺ ആക്കാനും ടോഗിൾ ചെയ്യാനും പറ്റും. ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് ആണ് ഫൈനൽ കട്ട് പ്രോ, Adobe Premiere Pro, Adobe After Effects, ഫോട്ടോഷോപ്പ്. അപ്പോൾ അതെല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എനിക്ക് Command+ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ളൊരു റൗണ്ട് ഇങ്ങനെ
നമ്മുടെ ഡെസ്ക്ടോപ്പിൽ കാണാൻ പറ്റും. അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് മൗസ് ഹോവർ ചെയ്തുകൊണ്ട് ഏത് ആപ്ലിക്കേഷൻ വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ തന്നെ ഫാസ്റ്റായിട്ട് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഓപ്പണായി വരും. സോ ബേസിക്കലി നിങ്ങൾക്ക് ഒരു വിൻഡോസ് യൂസർ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നിങ്ങളൊരു വിൻഡോസ് യൂസറാണ്, പക്ഷേ നിങ്ങളുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ഒരു മാക്ബുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആപ്ലിക്കേഷൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ആപ്പ് മാത്രമാണ് പെയ്ഡ്. ബട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ₹1000 ആപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും വർത്തായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.